തിരുവനന്തപുരം പേരൂർക്കട വ്യാജമാല മോഷണ കേസിൽ രണ്ടാം പ്രതി നിഷയ്ക്ക് കോടതി ജാമ്യം അനുവദിച്ചു. നെടുമങ്ങാട് SC/ST കോടതിയാണ് ജാമ്യം നൽകിയത്. ഒന്നാം പ്രതി ഓമന ഡാനിയലിന്റെ മകളാണ് നിഷ. ഓമന ഡാനിയലിന് നേരത്തെ കോടതി ജാമ്യം നൽകിയിരുന്നു. റിനു ശ്രീധരന്റെ വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. റിനു, എന്തൊക്കെയാണ് വിവരങ്ങൾ? പേരൂർക്കട വ്യാജമാല മോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാം പ്രതിയായിട്ടുള്ള നിഷയ്ക്ക് ഇപ്പോൾ SC/ST കോടതി നെടുമങ്ങാട് ഇപ്പോൾ മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ഈ ഓമന ഡാനിയലാണ് ഒന്നാം പ്രതി. 4 പ്രതികളാണ് ഈ കേസിലുള്ളത്. ഒന്നാം പ്രതി ഓമന ഡാനിയൽ, രണ്ടാം പ്രതി മകൾ നിഷ, മൂന്നാം പ്രതി SI പ്രസാദ്, അതുപോലെ തന്നെ നാലാം പ്രതി ASI പ്രസന്നൻ. ഇതിൽ 1ഉം 2ഉം പ്രതികൾക്ക് നേരത്തെ തന്നെ SC/ST കോടതി നെടുമങ്ങാട് ജാമ്യം നൽകിയിരുന്നു. ഇപ്പോൾ രണ്ടാം പ്രതിയായിട്ടുള്ള നിഷയ്ക്കും ജാമ്യം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് അടക്കം പുറത്തു വന്നതാണ്. ഇത് വ്യാജ കേസാണ്, അല്ലെങ്കിൽ കെട്ടിച്ചമച്ച കേസാണ്. പോലീസ് വലിയ രീതിയിൽ ഒരു കെട്ടുകഥയുണ്ടാക്കി ഈ ബിന്ദുവിനെ കൊടുക്കുവാൻ വേണ്ടി ശ്രമിച്ചു എന്നടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്ന ഒരു സാഹചര്യം കൂടി നിൽക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ രണ്ടാം പ്രതിയായിട്ടുള്ള നിഷയ്ക്ക് നെടുമങ്ങാട് SC/ST കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഉപാധികളോടെയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഉന്മേഷ്, എന്തൊക്കെ നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു? ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിവാദങ്ങൾ കൂടി ഉണ്ടായതാണല്ലോ റിനു. നിലവിൽ ഉന്മേഷ ഈ മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് അല്പസമയത്തിനകം ഇറങ്ങുമെന്നുള്ളതാണ് നമുക്ക് വക്കീലിൽ നിന്ന് അഭിഭാഷകനിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഉപാധികൾ എന്ത് എന്നുള്ളത് കൃത്യമായി തന്നെ ലഭിക്കുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും ഈ നിഷ വിദേശത്താണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഈ ഓമന ഡാനിയൽ ഈ മാല വീട്ടിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടും SI നിർബന്ധിച്ചാണ് ഇത് പുറത്തുനിന്ന് ലഭിച്ചു, ചവറുകൂനയിൽ നിന്ന് ലഭിച്ചു എന്ന് പറയണമെന്ന് അത് പറഞ്ഞതടക്കം ഈ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ വാർത്തയായി വന്നു. ഈ മകളാണ് ഈ അമ്മ ഓമന ഡാനിയലിനെ കൊണ്ട് നിർബന്ധിച്ച ഈ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുവാൻ വേണ്ടി ഒപ്പം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് രണ്ടാം പ്രതിയായി മകളെയും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പ്രതിസ്ഥാനത്ത് ചേർത്തിരിക്കുന്നത്. നേരത്തെ തന്നെ പോലീസും അത്തരത്തിലൊരു പ്രതിപട്ടികയിൽ രണ്ടാമതായി ഈ മകളെ നിഷയെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ജില്ലാ ക്രൈംബ്രാഞ്ച് അടക്കം നിലവിൽ ഇപ്പോൾ കേസ് അന്വേഷിക്കുകയാണ്. ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘമാണ് അന്വേഷിച്ച് മനുഷ്യാവകാശ കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഏത് തരത്തിലുള്ള ജാമ്യമാണ്, ഉപാധികൾ എന്ത് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭിക്കും. ഉന്മേഷ്, ശരി. റിനു ശ്രീധരാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.